രാജ്യത്തെ ആദ്യ കടൽ വിമാനത്താവളം വാധവൻ തുറമുഖത്തിന് സമീപം നിർമ്മിക്കാൻ പദ്ധതിയിടുന്നു. പാൽഘർ തീരത്തിന് സമീപം പുനരുദ്ധരിച്ച ഭൂമിയിൽ നിർമ്മിക്കുന്ന വിമാനത്താവളം പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലെ പാൽഘർ ജില്ലയുടെ തീരത്തുള്ള ദ്വീപിലാണ് നിർമ്മിക്കുക. കരയിൽ നിർമ്മിക്കുന്ന പരമ്പരാഗത വിമാനത്താവളങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും നിർമ്മാണം. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത കടൽ വിമാനത്താവളവും. കര വീണ്ടെടുത്ത് നിർമ്മിക്കുന്ന വിമാനത്താവളം വധാവൻ തുറമുഖത്തിന് സമീപത്തായിരിക്കും സ്ഥിതി ചെയ്യുക. ഏകദേശം 45,000 കോടി രൂപയാകും ചെലവ് പ്രതീക്ഷിക്കുന്ന വിമാനത്താവളം വാധവൻ ഡീപ് ഡ്രാഫ്റ്റ് തുറമുഖത്തിന് സമീപത്തായിരിക്കും നിർമ്മിക്കുക. പദ്ധതി പൂർത്തിയാകുമ്പോൾ വിമാനത്താവളത്തിന് പ്രതിവർഷം 90 ദശലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ കഴിയും. ഇതോടെ മുംബൈ മെട്രോപൊളിറ്റൻ റീജിയണിലെ നിലവിലുള്ള വിമാനത്താവളങ്ങളുടെ സമ്മർദ്ദം ലഘൂകരിക്കാൻ സഹായിക്കും. ഇതിനൊപ്പം പടിഞ്ഞാറൻ തീരത്ത് ഒരു വലിയ ഗതാഗത വ്യാപാര കേന്ദ്രമായി മാറും. മൊത്തം ചെലവിന്റെ ഏകദേശം 25,000 കോടി രൂപ പദ്ധതിക്കായുള്ള ഭൂമി പുനരുദ്ധാരണത്തിനായി ഉപയോഗിക്കും. ബാക്കി തുക ടെർമിനലുകൾ, റൺവേകൾ, മറ്റ് എയർ സൈഡ്, ലാൻഡ് സൈഡ് സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിമാനത്താവള അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കും. കടലിൽ നിർമ്മിക്കുന്ന വിമാനത്താവളം യാത്രക്കാർക്ക് മാത്രമുള്ളതല്ല. ഇതൊരു പ്രധാന എയർ കാർഗോ ഹബ്ബായി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. വിമാനത്താവളത്തെ വാധവൻ തുറമുഖവുമായി ഇത് സംയോജിപ്പിക്കും. ഇത് കടൽ വഴിയും വ്യോമമാർഗവുമുള്ള ചരക്ക് നീക്കം എളുപ്പമാക്കും. പടിഞ്ഞാറൻ വടക്കൻ ഇന്ത്യയിലെ വ്യവസായങ്ങൾക്ക് ഇത് ഗുണം ചെയ്യും. വിമാനത്താവളത്തിൽ 2 സമാന്തര റൺവേകൾ ഉണ്ടാകും. കൂടാതെ പ്രതിവർഷം 3 ദശലക്ഷം മെട്രിക് ടൺ ചരക്ക് കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഒരു പ്രധാന എയർ കാർഗോ ഹബ്ബായി ഇത് വികസിപ്പിക്കും. പ്രതിവർഷം 90 ദശലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഈ വിമാനത്താവളം രാജ്യത്തെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിൽ ഒന്നായിരിക്കും. ഉയർന്ന യാത്രാ തിരക്ക് കൈകാര്യം ചെയ്യാനും ഭാവിയിലെ പദ്ധതികൾക്ക് കരുത്തേകുകയും ചെയ്യും. വിമാനത്താവളം ഒരു പ്രധാന കാർഗോ ഹബ്ബായി പ്രവർത്തിക്കും. പ്രതിവർഷം 3 ദശലക്ഷം മെട്രിക് ടൺ ചരക്ക് കൈകാര്യം ചെയ്യാൻ ഇത് ലക്ഷ്യമിടുന്നുണ്ട്. എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കുന്ന ഗ്രീൻഫീൽഡ് വാധവൻ തുറമുഖവുമായുള്ള നേരിട്ടുള്ള സംയോജനം പ്രവർത്തനം സുഗമമാക്കും. വാധവനിൽ ഒരു തുറമുഖവും വിമാനത്താവളവും വികസിപ്പിക്കുന്നത് ഇന്ത്യയുടെ വ്യാവസായിക കേന്ദ്രങ്ങളെയും ആഗോള വിപണികളെയും കടൽ, വ്യോമ, റെയിൽ, റോഡ് മാർഗങ്ങൾ വഴി ബന്ധിപ്പിക്കുന്നതിനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ്. ഡൽഹി മുംബൈ ഇൻഡസ്ട്രിയൽ കോറിഡോറുമായും വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറുമായും നേരിട്ടുള്ള ബന്ധം ഇതിനുണ്ടാകും. പ്രതിവർഷം 3 ദശലക്ഷം മെട്രിക് ടൺ ചരക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. വാധവൻ തുറമുഖവുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നതിനാൽ ചരക്ക് നീക്കവും എളുപ്പമാകും. കടൽ വഴിയും വ്യോമമാർഗവുമുള്ള ചരക്ക് നീക്കവും സുഗമമാകും. വിമാനത്താവളത്തിലേക്ക് എളുപ്പമെത്താൻ നിരവധി കണക്ടിവിറ്റി ഓപ്ഷനുകൾ പ്രീ ഫിസിബിലിറ്റി റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. വിമാനത്താവളത്തിലേക്ക് എത്താൻ റോഡ്, റെയിൽ മാർഗങ്ങൾ മെച്ചപ്പെടുത്തും. വഡോദര മുംബൈ എക്സ്പ്രസ് വേയുമായി നേരിട്ട് ബന്ധിപ്പിക്കും. വെസ്റ്റേൺ റെയിൽവേ ശൃംഖലയുമായി മെട്രോ ബന്ധിപ്പിക്കും. മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ കോറിഡോറുമായി ബന്ധിപ്പിക്കും. ഉത്തർ വീരാൻ സീ ലിങ്കുമായും ബന്ധിപ്പിക്കും. ഇത് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുമായി ബന്ധിപ്പിക്കുന്ന 8 വരി പാതയാണ്.